വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ അവിടെ പിള്ളയൊക്കെ പോയിട്ട് പലിശ പൈസയൊന്നും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് വിഷ്ണു അല്ലേ ഇല്ലാതുള്ളൂ, രോഹിത് സ്ഥലത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിച്ച് വരുത്തിയിട്ട് ഭാമയാണെങ്കിൽ ആ പൈസ വാങ്ങിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ ആ കമലിനൊക്കെ അടി കിട്ടിയ അവരുടെ അടുത്തേക്ക് തന്നെയാണ് വിടുന്നത്. നേരെ രാത്രി സമയമാണ് കാണിക്കുന്നത്. നേരെ രോഹിത് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു റോഡ് സൈഡിലെ ഒരു സീനാണ് കാണിക്കുന്നത്. ഇങ്ങനെ രോഹിത് ഇങ്ങനെ അവരോട് പൈസ ചോദിക്കുകയാണ്. പക്ഷേ നേരത്തെ തല്ല് കൊടുത്തവരാണെങ്കിൽ കമലിനോടും പിള്ളയോടും പെരുമാറിയ അതേ സീൻ തന്നെയാണ് കാണിക്കുന്നത്. നിനക്ക് പൈസ വേണോ അല്ലേടാന്നും പറഞ്ഞിട്ട് രോഹിത്തിനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം രോഹിത്തിന് തിരിച്ച് പ്രതിരോധിക്കാനായിട്ടും കഴിയുന്നില്ല. അവർ കുറേ പേരുണ്ട്, രോഹിത് ഒറ്റയ്ക്കേ ഉള്ളൂ. അവസാനം പിന്നീട് ഒരു പ്രാവശ്യം കൂടി രോഹിത്ത് ഇങ്ങനെ പ്രതിരോധിക്കുമ്പോൾ, തല്ലാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുമ്പോൾ പെട്ടെന്ന് ശിവൻ അവിടെ എത്തുന്നുണ്ട്. ശിവൻ ആ കൈ തടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് രോഹിത്തിനെ നേരത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചുള്ള പരിചയം കൂടി ശിവനുണ്ടല്ലോ, പപ്പിയുടെ പിന്നെ അച്ഛനാണ് എന്നുള്ളത് കാണുന്നുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ശിവൻ വന്നിങ്ങനെ കൈ തടുക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഇങ്ങനെ ശിവനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം ഈ ശിവനാണെങ്കിൽ അവരെല്ലാവരെയും അടിച്ചൊതുക്കുന്നുണ്ട്. ആ അടിച്ചൊതുക്കിയതിന് ശേഷം അവരിൽ നിന്നും പൈസ വാങ്ങിച്ച് രോഹിത്തിനെ ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത്തിനെയും കൂട്ടി ശിവനാണെങ്കിൽ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ആ ഒരു കാറ് ശിവൻ്റെ വണ്ടിയിലാണ് വരുന്നത്. രോഹിത്തും കൂടെയാണ് വരുന്നതെന്ന് തോന്നുന്നു. മുറ്റത്തേക്ക് കാർ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വീട്ടിൻ്റെ ആ മട്ടുപ്പാവില മുകളിൽ ശാലിനി ആ വാതിലിൻ്റെ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. കാറിൽ നിന്ന് ശിവൻ ഇറങ്ങുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടെ രോഹിത്തും വരുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് രോഹിത്തിനെ സത്യഭാമയെ കൊണ്ടങ്ങോട്ട് ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ തരാനുള്ള പണം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിങ്ങനെ ഭാമയോട് പറയുമ്പോൾ ഭാമ ഇങ്ങനെ ശിവനെ അടിമുടി നോക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു വിഷ്ണു ഇങ്ങനെ വന്ന ആ ഒരു രീതിയും ഭാവമൊക്കെയാണ് അന്നേരം സത്യഭാമയ്ക്ക് തോന്നുന്നത്. എന്നിട്ട് രോഹിത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ശിവനാണെങ്കിൽ കാറിൽ കയറി പോകുന്നുണ്ട്. കാറിലേക്ക് ഫ്രണ്ട് സീറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ ശിവനിങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ശാലിനി ആയിരിക്കും ശിവൻ കാണുന്നതൊക്കെ. അതിനുശേഷം സത്യഭാമയാണെങ്കിൽ രോഹിത്തിനോട് പറയുന്നുണ്ട്, വിഷ്ണുവിനെ പോലെ ഒരുത്തൻ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പകുതി ആശ്വാസമായേനെ എന്നിങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ട്. അന്നേരം ശാലിനി മുകളിൽ തന്നെ ഇരിക്കുകയാണ്. രോഹിത് ഇങ്ങനെ അടിയൊക്കെ കൊണ്ട് അവശനായിട്ട് അങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു സീൻ കാണിക്കുന്നത് ശാലിനിയാണ്. അത് മുന്നത്തെയുള്ള സീനാണെന്ന് തോന്നുന്നു. ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ ഈ ലോകത്തിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്, ഒരിക്കൽ തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നിങ്ങനെ ശാലിനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു വിഷ്ണു സ്ഥലത്തില്ലാത്ത ആ ഒരു പിന്നെ ശിവൻ അവിടെ തീർക്കുകയാണ് ചെയ്യുന്നത്. വിഷ്ണുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിഷ്ണു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ശിവൻ അവിടെ ചെയ്ത് കൂട്ടുന്നു. അത്രേ കാണിക്കുന്നുള്ളൂ. ഇനി ബാക്കി നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് കാണാം. ഓക്കെ, താങ്ക് യു.